ഇത് ഇവരുടെ ഒരു മെയിൻ കളിയാണ്. ഇതിനെ ഫ്ലാങ്കി എന്നാണ് പറയാ. ഈ നമ്മളാക്കിയത് പാടിപ്പോയി. ഹലോ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. ഇപ്രാവശ്യത്തെ വ്ളോഗിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന് പോവാണ്. ഫുൾ സാധനങ്ങളൊക്കെ ആയിട്ട് ടെൻറ്റും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഫാദിലുണ്ട് എൻ്റെ പേരും, അവർ രണ്ടാളാണ് പോകുന്നത്. എന്താ പരിപാടി? അപ്പം നമ്മൾ പോളണ്ടിലെ ഏറ്റവും വൺ ഓഫ് ദി യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയൊരു ഓപ്പൺ എയർ ഫെസ്റ്റിവൽ കൂടാൻ പോവാണ്. 3 ദിവസത്തെ ക്യാമ്പിംഗ് ആണ്. പൊളി പരിപാടി ആയിരിക്കും. അതെ, 3 ദിവസം നമ്മൾ ക്യാമ്പ് ചെയ്ത് അവിടെ ഫെസ്റ്റിവൽ കൂടാം. പിന്നെ ഇത് ഓപ്പൺ ഫെസ്റ്റിവലാണ്, അതുകൊണ്ട് ഫ്രീയാ. എന്നാലും നോക്കാം. ഹലോ, അപ്പം നമ്മൾ അങ്ങനെ ട്രെയിനിൽ ഇവിടത്തേക്ക് പോവാണ്. ഇത് കുറച്ച് നല്ല ദൂരമുണ്ട്, 500 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മൾ ഒരു ട്രെയിൻ കയറി പോസിയാനെത്തി, അവിടുന്ന് നേരെ ഭക്ഷണം കഴിച്ച് ഇപ്പം നേരെ ഫെസ്റ്റിവലിലേക്ക് പോവാണ്. അപ്പോൾ ഇവനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ സീറ്റ് അവനക്ക് കൊടുത്ത് അവൻ്റെ സീറ്റ് ഞാനെടുത്തു. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോകാൻ കുറേ ആൾക്കാരുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇവരൊക്കെ ഇതിന് പോകുന്നതാ. എല്ലാവരും കണ്ടോ, ഇതൊക്കെ കണ്ടോ, എല്ലാവരും ഇതിൽ പോകുന്നതാ. ഇത് ഫുൾ കമ്പാർട്ട്മെന്റ്, ഈ ഫുൾ ട്രെയിൻ തന്നെ ഫുൾ ഈ ഫെസ്റ്റിവലിന് പോകുന്ന ആൾക്കാരാണ്. ഭയങ്കര രസം. ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വൈബാണ്. എല്ലാരും ഫെസ്റ്റിവലിന് പോവാണ്. ഫൈം ഉണ്ടല്ലേ? ഫൈം ഇപ്പൊ പരിചയപ്പെട്ട ഫൈം ചാർജറൊക്കെ ചോദിക്കുന്നത്. മക്കളെ, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഫുൾ ആൾക്കാർ പാർട്ടി. എല്ലാവരും ഈ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ വന്നാണ്. ഈ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനാണ്. ഇത് കണ്ടോ, എല്ലാരും മറ്റേ വലിയ ബാഗും പിടിച്ച് നടക്കാണ്. ായിട്ട് വേണ്ടി വന്ന ആൾക്കാർ ഒന്ന് നോക്കണം. ഏതല്ലേ എന്ന് വെച്ചാൽ ഇവിടെ, കാരണം ഇതൊരു കാട്ടിലാണ്. അപ്പൊ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ കണ്ടോ, ഇങ്ങനെ നല്ല ബാഗും ഇതെല്ലാം എടുത്ത് ലൈന. കണ്ടാ എന്തോ പറ. അപ്പോൾ ഫെസ്റ്റിവലിലേക്ക് ഒരു ഷട്ടിൽ ബസ് ഉണ്ടായി. പക്ഷെ നമ്മളതിലത്ത് പോയിട്ടില്ല. നമ്മൾ നടക്കാൻ വിചാരിച്ച്, കാരണം കുറേ ആൾക്കാർ നമ്മളെ മുമ്പിൽ നടക്കുന്നുണ്ടായി. പക്ഷെ ഫാദിൽ ചത്ത് നല്ല രസമുണ്ട് കേട്ടോ. ഈ വ്യൂ ഒന്നും നമുക്ക് ബസ്സിൽ പോയാൽ കിട്ടുന്നുണ്ടാവില്ലേനോ. കണ്ടോ, ഫുൾ ആൾക്കാരാ. ഇനി 1 കിലോമീറ്റർ കഴിയുമ്പോൾ ബാഗ് മാറ്റിയിട്ട് വേറൊരു വീഡിയോ. അതെ ഓൾറെഡി ചത്ത്, കാരണം രാവിലെ ഇറങ്ങിയതാ. ഇപ്പം ഏകദേശം 5-6 മണിയായി. അപ്പോൾ അവിടെ നിന്നും കുറേ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ 5 കിലോമീറ്ററും കൂടി നടക്കണം എന്ന് പറയുന്ന ചെക്കെ. ചെക്കൻ നമുക്ക് നടക്കുന്ന വഴിക്ക് കിട്ടിയതാണ്. ഇവിടെ പീവോമാൻ എന്നാണ് ഇവൻ എന്നെ വിശേഷിപ്പിക്കുന്നത്. പീവോമാൻ എന്ന് പറഞ്ഞാൽ കള്ളുകുടിയൻ. ഇപ്പൊ നമ്മള് 3 കിലോമീറ്റർ നടത്തതിന്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുത്താണ്. ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞാല് 1.5 ബ്രേക്കാ. People from Polish people, Ireland, friends, it's all good. ഇതൊരു എയർപോർട്ടാണ്. എയർപോർട്ടിന്റെ റൺവേ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നമ്മള് ഫെസ്റ്റിവലിന് വന്ന് ടെൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ടുണ്ട്. ഇനി പൊളിക്കാം നമുക്ക്. എന്താ ഇവിടെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ അതാ ഡേ 1 ആണ് നമ്മളെ. അഞ്ച് ലക്ഷം ആൾക്കാരെ പരിപാടിയാണ്. എല്ലാവരും ടെൻ്റൊക്കെ കെട്ടി ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മളിതാ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഫൈമൊക്കെ കണ്ടില്ലേ? നമ്മൾ എന്താക്കാ പോളണ്ട് റോക്ക് ഫെസ്റ്റിവൽ എൻജോയ് ചെയ്യാണ്. ഇന്നാണ് ഫസ്റ്റ് ഡേ.
അതിന് ഇത് ഇവിടെ കാണാൻ പറ്റും. അത്ര ആൾക്കാരുണ്ട് ഇവിടെ കേട്ടോ. ഹലോ ഗൈസ്, ഇവിടുത്തെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്. മഴ പെയ്യുന്നുണ്ട്. ഇത് ഒരു റൺവേ ആണ് അല്ല, എയർപോർട്ടിലല്ലേ നമ്മളുള്ള? എയർപോർട്ടിലത്തെ പരിപാടിയാണ്, റൺവേ കൂടെ നടക്കണം. ഇത് റൺവേ ആണ്. ഇതിലോട്ട് ഫ്ലൈറ്റ് ഒക്കെ പോകുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നടക്കുന്നത്. സംഭവം സൂപ്പറാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ആൾക്കാരൊക്കെ വൻ ലുക്കാട്ടോ. എൻജോയ്. ഇത് ഇവരുടെ ഒരു മെയിൻ കളിയാണ്. ഇതിനെ ഫ്ലാങ്കി എന്നാണ് പറയാ. അപ്പോൾ ഈ ബോൾ കയറിന് ഒരു കാല് ബോട്ടിലിന് കൊള്ളിച്ച് ആരാണ് കൊള്ളിക്കുന്നത് അവർക്ക് ബിയർ കുടിക്കാം. ആരാണ് ആദ്യം ബിയർ കുടിച്ച് തീർക്കുന്നത് അവർ ജയിക്കും. ആൾക്കാരൊക്കെ തലയിൽ ഇതാക്കാം. നമ്മളാക്കിയത് പാടിപ്പോയി. നോക്കി ബാക്കി എല്ലാവരും സൂപ്പർ. നമ്മളതിങ്ങനെ ആ ബിയർ ഗെയിമിന്റെ ഒഫീഷ്യൽ ഇതിനെ കൊപ്പാര എന്നാണ് പറയാ. ഇത് ഇവരുടെ ഒരു മെയിൻ ട്രഡീഷണൽ കൾച്ചറിൽ പെടുന്നതാണ്. ഇതൊരു ബ്രസീലിയൻ മാർഷൽ ആർട്ടാണ്. ഇവിടെയുള്ള ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ്. എല്ലാവരും അവർ കളിക്കുമ്പോൾ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. ആർക്കും ഒരു എന്താ പറയുക നമ്മളൊരു ടീം അങ്ങനെയില്ല. ഇതൊരു വല്ലാത്ത സംഭവമാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ ഫുൾ ബിയർ ക്യാന് ഒരു സെക്കൻഡിൽ ഉള്ളിലാക്കും. പ്രഷറിൽ ആ ബിയർ ഇതിൽ ബിയർ ഒഴിച്ചിട്ടുണ്ട്. അത് മോനത് തുറക്കും. മോന് ഇത് 2 സെക്കൻഡ് കൊണ്ട് ഫുള്ള് ഉള്ളിലാക്കുന്ന കണ്ടോ നിങ്ങള്? പ്രഷറിൽ വരും. ഓ man, it's finished. Oh. സൺസെറ്റ് ഒരു രക്ഷയില്ല മോനെ, വൺ സെറ്റപ്പാണ്. ആ ഒരു ടെൻറ്റും ലൈക്ക് വേറെ തന്നെ ഒരു മൂഡാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ ആ ഒരു ചുറ്റും ടെൻറ്റും പിന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെടുക, കുറേ പല രീതിക്കുള്ള മനുഷ്യന്മാർ. ഇനിയും കുറേ പോളണ്ടിലെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ, അടുത്ത വീഡിയോ കാണാം കേട്ടോ.